നല്ല കുറച്ച് മാങ്ങ ഇട്ടിട്ട് നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി ആക്കാനായിട്ട് നമുക്ക് മാങ്ങയാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു 9 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നാട്ടുമാങ്ങയാണ്, ചെറുത്. ഇതിൻ്റെ തൊലി കളയണം മെയിനായിട്ട്. അതാണ് മാമ്പഴ പുളിശ്ശേരിയിൽ മെയിൻ വേണ്ടത്. അപ്പോൾ നമുക്ക് തൊലി കളയാം. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് തൊലി കളയണം. തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ മാമ്പഴം വേവിക്കുന്നത്. അപ്പോൾ അത് തൊലി കളഞ്ഞാൽ മാത്രം നമുക്ക് വെന്തിട്ട് പിന്നെ അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തൊലി കളയാണ്. ഞാനിവിടെ 8-9 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയാണ് ഇപ്പോൾ ആദ്യം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഏകദേശം തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ് മാമ്പഴങ്ങൾ. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ മാമ്പഴം ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന പാത്രമാണ് കേട്ടോ. സോ അതിലേക്ക് ഞാൻ ഈ പറഞ്ഞ മാമ്പഴം എല്ലാം ഇട്ടിട്ടുണ്ട്. അടുക്കി വെക്കണം നന്നായിട്ട്. പിന്നെ അതിലേക്ക് ചെത്തിയ നമ്മുടെ ചില്ലി, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടോളണം. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കുറഞ്ഞ് നമുക്ക് രുചി ഉണ്ടാവില്ല കറി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമുക്ക് ആ മാമ്പഴം വേവണം, നമുക്ക് ആവിയായിട്ടും അതിൽ കുറച്ച് നീരും കിടക്കണം. അപ്പോൾ അതിന് പാകമായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഏകദേശം അത് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരെ സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തേ മീഡിയം ഫ്ലെയിം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇത് തന്നെയാണ്. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം വെന്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം മാമ്പഴം അറിയാമല്ലോ, പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെല്ലം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വെല്ലം പൊടിച്ചിട്ടത് നമ്മൾ ഈ മാമ്പഴത്തിലേക്ക് ഇടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ നമുക്കിതിൻ്റെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണം. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തു. ഇപ്പം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചിരവുന്ന നമ്മുടെ ചിരവെന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യണം. അപ്പം ഫിറ്റ് ചെയ്ത് പിന്നെ ഊഴുന്നതാണ്. സോ ഞാനത് ഫിറ്റ് ചെയ്യണം. നമ്മുടെ ടൈൽസിൻ്റെ ആ ഒരു കബോർഡിൻ്റെ ഏരിയയിലായിട്ട് ഞാനത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ഫിറ്റ് ചെയ്തു. ഇനിയിപ്പം 1/2 മുറി തേങ്ങ നമ്മൾ ചിരവേണ്ടതുണ്ട്. സോ ഇത് ഞാൻ തന്നെയാണ് ചിരവുന്നതും. സോ 1/2 കപ്പ് തേങ്ങ വേണമെന്നില്ല. നമുക്ക് ആ ഒരു എത്രയാണ് നമ്മൾ മാമ്പഴം എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അരപ്പ് വേണമല്ലോ. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അരക്കണം. സോ ഇനി എന്ത് ചെയ്യുക, ഞാൻ ഈ അരപ്പ് ചെയ്യാറാക്കാൻ ഞാനിവിടെ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. സോ മുഴുവൻ ഇടുക മിക്സിയുടെ ജാറിൽ. ഞാൻ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ജീരകം, കുറച്ചൊരു ടേസ്റ്റിനായിട്ടൊരു ജീരകം ചെയ്യുക. പിന്നെ നമ്മളിതിൽ തൈരിലാണ് അടിച്ചെടുക്കുന്നത്, വെള്ളത്തിലില്ല. അപ്പോൾ തൈര് ആഡ് ചെയ്യുക. ഞാനിവിടെ 1/2 കപ്പ് നല്ല പുളിച്ച മിൽമയുടെ തൈരാണ്. അപ്പോൾ അത് ഇടുകയാണ് ചെയ്യുന്നത്. സോ ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ ഏകദേശം തേങ്ങ കറിയുടെ ഒരു പരുവത്തിൽ. സോ ഞാനിത് എന്ത് ചെയ്തു, പിന്നീട് മാമ്പഴത്തിൻ്റെ ഈ ഇതിലേക്ക് കണ്ടൻറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അത് തിളക്കാൻ വെച്ചു ഞാൻ. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്, എന്നാൽ ഇതൊന്ന് മിക്സായി വരത്തുള്ളൂ. സോ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇപ്പോൾ. സോ നന്നായിട്ടെല്ലാം കൂടി പിടിക്കണം, നമുക്ക് ഈ അരപ്പ് അതിലേക്ക് പിടിക്കേണ്ടതുണ്ട്. സോ ഇനി അത് താളിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഞാനൊരു ചട്ടി ഇവിടെ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് താളിക്കണം, അപ്പോൾ അതിനായിട്ടുള്ള ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്തു, ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഏകദേശം കായും, അതായത് ചൂടായതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടണം. ഉലുവ ആഡ് ചെയ്യുക. ഉലുവയും കടുകും ഏകദേശം വറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതുകൊണ്ട് നമ്മൾ താളിച്ചിടുക. താളിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. കാണാനൊക്കെ ഒരു ലുക്കുണ്ട് മൊത്തത്തിൽ. അപ്പം ഇത് ടേസ്റ്റ് ചെയ്താൽ അറിയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കോപ്പയിൽ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ചോറിന് കൂട്ടണം. എല്ലാവരും ഇന്ന് പരീക്ഷിക്കോട്ടെ. ശരി.